ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായുള്ളത് 1084.76 കിലോ സ്വർണം. റിസർവ് ബാങ്കിന്റെ സ്വർണ്ണ നിക്ഷേപ പദ്ധതിയിൽ മാത്രം 869 കിലോ സ്വർണമാണ് ദേവസ്വം നിക്ഷേപിച്ചിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വത്തിന് വിവിധ ദേശസാൽകൃത ബാങ്കുകളിലായി 2053 കോടി രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട്. 271 ഏക്കർ ഭൂമിയും സ്വന്തമായുണ്ട്. രേഖകൾ പ്രകാരം 1084.76 കിലോ സ്വർണമാണ് ഗുരുവായൂർ ദേവസ്വത്തിന് സ്വന്തമായുള്ളത്. 869.2 കിലോ SBIയുടെ 4 സ്വർണ്ണ നിക്ഷേപ പദ്ധതികളിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. സ്ഥിര നിക്ഷേപം, സ്വർണ്ണ നിക്ഷേപം എന്നിവ വഴി SBIയിൽ നിന്ന് മാത്രം കഴിഞ്ഞ സാമ്പത്തിക വർഷം 7 കോടിയിലേറെ രൂപ പലിശയിനത്തിൽ ദേവസ്വത്തിന് ലഭിച്ചു. മുൻ വർഷങ്ങളിൽ 6.5 കോടിയിലേറെ രൂപയാണ് പലിശയായി ലഭിച്ചിരുന്നത്. നിത്യോപയോഗ വകയിൽ 141.16 കിലോ സ്വർണമാണ് ദേവസ്വത്തിന്റെ കൈവശമുള്ളത്. കല്ലുകൾ പതിച്ച 73.93 കിലോ സ്വർണ്ണാഭരണങ്ങളും ദേവസ്വത്തിനുണ്ട്. എന്നാൽ ഈ സ്വർണം അടക്കമുള്ള സ്വത്തുക്കളുടെ മൂല്യനിർണ്ണയം ഇനിയും നടത്തിയിട്ടില്ല. ഗുരുവായൂർ ദേവസ്വത്തിന്റെ സ്വത്തുക്കൾ മൂല്യനിർണ്ണയം നടത്തണമെന്നാവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ഹർജി അടുത്തയാഴ്ച ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. ഗുരുവായൂർ ക്ഷേത്രത്തിന് 5000 വർഷമെങ്കിലും പഴക്കമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പൂന്താനം, മേൽപ്പത്തൂർ, വില്ലുമംഗലം, കുറൂരമ്മ, രാജകുമാരൻ, മണദേവൻ സാമൂതിരി എന്നീ 5 ഭക്തർ പ്രചരിപ്പിച്ചതിനാൽ പ്രധാനമായും കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രമായി ഇത് 1638 AD പുനർനിർമ്മിക്കപ്പെട്ടതായും വിശ്വസിക്കപ്പെടുന്നു. നൂറ്റാണ്ടുകളോളം കടന്നുകയറ്റക്കാരുടെ ആക്രമണത്തിന് വിധേയമായി 1716 ഡച്ചുകാർ ഗുരുവായൂർ ക്ഷേത്രം ആക്രമിച്ച് ക്ഷേത്രത്തിലെ വിലപിടിച്ച വസ്തുക്കളും സ്വർണ്ണക്കൊടിമരവും കൊള്ളയടിച്ചു. വടക്കേ ഗോപുരത്തിന് തീവച്ചു. പിന്നീട് ക്ഷേത്രം 1747 പുനരുദ്ധരിച്ചു. 1755 സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ തൃക്കുന്നവായ് ക്ഷേത്രം നശിപ്പിച്ചു. ഇവിടെ നിന്നും ബ്രാഹ്മണർ പലായനം ചെയ്തു. പിന്നീട് സാമൂതിരി ഗുരുവായൂരിന്റെയും തൃക്കുന്നവായ് ക്ഷേത്രത്തിന്റെയും സംരക്ഷകനായി. ഈ ക്ഷേത്രങ്ങളിലെ മേൽക്കോയ്മ സാമൂതിരിക്കായി. 1766 മൈസൂരിലെ ഹൈദരലി കോഴിക്കോടും ഗുരുവായൂരും പിടിച്ചടക്കി. ഗുരുവായൂർ ക്ഷേത്രം നശിപ്പിക്കാതിരിക്കാൻ ഹൈദരലി 10,000 പണം കപ്പം ചോദിച്ചു. ഈ സംഖ്യ നൽകിയെങ്കിലും അരക്ഷിതാവസ്ഥയെ തുടർന്ന് ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞു. മലബാർ ഗവർണറായിരുന്ന ശ്രീനിവാസറാവുവിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് ഹൈദരലി ദേവദയ നൽകുകയും ക്ഷേത്രം നാശോന്മുഖമാകാതിരിക്കുകയും ചെയ്തു. 1789 ഹൈദരലിയുടെ മകനായ ടിപ്പു സുൽത്താൻ സാമൂതിരിയുടെ സാമ്രാജ്യം ആക്രമിച്ചു. മുൻപ് പല ക്ഷേത്രങ്ങളും ടിപ്പു സുൽത്താൻ നശിപ്പിച്ചിരുന്നു. ടിപ്പുവിന്റെ ആക്രമണം ഭയന്ന് മൂർത്തിയും ഉത്സവ വിഗ്രഹവും മല്ലിശ്ശേരി നമ്പൂതിരിയും കക്കാട് ഓദിക്കനും അമ്പലപ്പുഴയിലേക്ക് കൊണ്ടുപോയി. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കോവിലുകൾ ടിപ്പു നശിപ്പിക്കുകയും തീവയ്ക്കുകയും ചെയ്തു. എങ്കിലും പെട്ടെന്നുണ്ടായ പെരുമഴയും തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തെയും തുടർന്ന് ക്ഷേത്രം രക്ഷപ്പെട്ടു. പിന്നീട് 1792 സാമൂതിരിയും ബ്രിട്ടീഷുകാരും ചേർന്ന് ടിപ്പു സുൽത്താനെ തോൽപ്പിച്ചു. തുടർന്ന് അമ്പലപ്പുഴയിൽ സംരക്ഷിച്ചിരുന്ന മൂർത്തിയും ഉത്സവ വിഗ്രഹവും 1792 സെപ്റ്റംബർ 17 പുനഃസ്ഥാപിച്ചു. 1841 ഗവൺമെന്റ് ടിപ്പു സുൽത്താൻ കൈവശപ്പെടുത്തിയ ദേവദായ മദ്രാസ് പുനഃസ്ഥാപിച്ചു. സാവധാനത്തിലും സ്ഥിരമായും ക്ഷേത്രം സമൃദ്ധമായി. എല്ലാ ഭാഗങ്ങളും പുതുക്കിപ്പണിയുകയും അലങ്കരിക്കുകയും ചെയ്തു. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ക്ഷേത്രത്തിന്റെ മാനേജർ കോന്തി മേനോന്റെ ഭരണത്തിൻ കീഴിലുള്ള വിവിധ പരിഷ്കാരങ്ങൾ കണ്ടു. 1928 സാമൂതിരി വീണ്ടും ക്ഷേത്രഭരണത്തിന്റെ ചുമതലയേറ്റു. 1970 നവംബർ 30 വാർഷിക ഏകാദശി ഉത്സവത്തിന്റെ 6-ാം ദിവസത്തിനു ശേഷം ക്ഷേത്രത്തിൽ വിനാശകരമായ തീപിടുത്തമുണ്ടായി. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും തീയെ തോളോട് തോൾ ചേർന്ന് പോരാടി. 5 മണിക്കൂർ തീ ആളിപ്പടർന്നിട്ടും ഗുരുവായൂരപ്പന്റെ വിഗ്രഹമായ ശ്രീകോവിൽ, ഗണപതി, അയ്യപ്പൻ, ദേവി, കൊടിമരം എന്നിവ കേടുകൂടാതിരുന്നു.